നമ്മുടെ പുലിമുരുകനിൽ ഒരു അടിച്ചുപൊളി പാട്ടിന്റെ കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നരസിംഹത്തില് കുറച്ച് സ്റ്റൈലിഷ് എലമെന്റ്സിന്റെ കുറവുണ്ടായിരുന്നു. എന്നാൽ ഇതുപോലെ പറയാൻ ഒരു കൊമേഴ്സ്യൽ സിനിമയിലേക്ക് വേണ്ട ഒരു ചേരുവയും ബാക്കി വെക്കാത്ത ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ പടമായിരുന്നു ഇത്. തീർച്ചയായും ഇപ്പോഴും ഒരു വിഭാഗം ഈ പടം ഇതിന്റെ ഫസ്റ്റ് പാർട്ടിനോട് നീതി പുലർത്തിയില്ല, ഇങ്ങനെയായിരുന്നില്ല ഇത് വേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആവുക എന്ന് വെച്ചാൽ അതിതാണ്. അതോടൊപ്പം 93 ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് അതിലെ പ്രധാന കഥാപാത്രത്തെ വെച്ചുകൊണ്ട് തന്നെ ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം അയാൾ ലൈഫിൽ നേരിടുന്ന മറ്റൊരു പ്രശ്നത്തെ കാണിക്കുന്ന ഒരു ചിത്രമായി ഇതിനെ എടുത്തിരുന്നെങ്കിൽ അതൊരു പക്ഷെ കിരീടത്തിന് ശേഷം ചെങ്കോലിന് സംഭവിച്ചതുപോലെ ആവുമായിരുന്നു. എത്ര തന്നെ നല്ല പടം എടുത്തു വെച്ചാലും ആദ്യ ഭാഗത്തിന്റെ മേലെ പോവാൻ കഴിയാത്തൊരവസ്ഥ. അവിടെയാണ് ഈ ഒരു അപ്ഡേറ്റഡ് വെർഷൻ എന്ന ഫോർമുല സക്സസ്ഫുൾ ആവുന്നത്. നീലകണ്ഠന്റെ മകനെ കേന്ദ്രീകരിച്ചൊരു സിനിമ എടുക്കുമ്പോൾ കാര്യം ദേവാസുരത്തിലെ ആളുകളൊക്കെ തന്നെയാണ് ഇതിലുള്ളതെങ്കിലും ഫസ്റ്റ് പാർട്ടിന്റെ സോളിൽ നിന്ന് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയ ഒരു സിനിമയാണ് ഈ സെക്കൻഡ് പാർട്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിലൊരു ഡയറക്റ്റ് കമ്പാരിസൺ നടത്താൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. സോ എനിവേസ്, ഒരു ഫുൾ ഓൺ കൊമേഴ്സ്യൽ സിനിമ എന്ന് വെച്ചാൽ അതിതാണ്.